എഴുത്തുകാരനും ആത്മീയ പ്രഭാഷകനുമായ ഷൗക്കത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി ഗംഗോത്രിയിൽ നിന്ന് തപോവനിലേക്ക് ചെയ്ത യാത്രയെപ്പറ്റി പറയുന്നുണ്ട്. ഹിമാലയത്തിലെ യാത്രയാണ്, മഞ്ഞുമലകളുടെ യാത്രയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ചെരുപ്പും മുണ്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തപോവനിൽ മലമുകളിൽ ഒരു സന്യാസി ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നുള്ള പ്രതീക്ഷയോടെയാണ് അവർ പോകുന്നത്. അങ്ങനെ അവരവിടെ എത്തിയപ്പോഴേക്കും ഒരു കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ഹട്ട്. അപ്പം അതിന് മുന്നിൽ ഭാഗ്യമായി യോഗി ഇരിപ്പുണ്ട്. അങ്ങനെ പ്രതീക്ഷയോടെയാണ് അവർ കയറുന്നത്. ഇവരെ കണ്ടതും യോഗി എഴുന്നേറ്റ് നേരെ ഹട്ടിലേക്ക് പോയി, വാലിങ്ങനെ ചാരിയിട്ടു. ഇവർ വിചാരിച്ചത് എന്ത് യോഗിയാണ്, ഒരു മര്യാദയില്ലല്ലോ എന്ന് ഓർത്തു. എങ്കിലും അവരവിടെ ആ മുമ്പിലെ കൽബെഞ്ചിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യോഗി പുറത്തേക്ക് വന്നു. കയ്യിൽ വലിയൊരു താലം. ആ താലത്തിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം, 2 ഗ്ലാസ് ചായ, പിന്നെ കടല പുഴുങ്ങിയത്. ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾ കാല് കഴുകുക. അപ്പോൾ തൊട്ടടുത്ത് ഇളം ചൂടുള്ള വെള്ളമുണ്ട്. കാല് കഴുകിയപ്പോൾ തന്നെ ഒരുപാട് സമാധാനമായി. ചൂടുവെള്ളം കുടിച്ചു, ചായ കുടിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ യോഗി ഞങ്ങളെ ഹട്ടിലെ കൂട്ടിക്കൊണ്ട് ഒരു മുറി കാണിച്ചു തന്നു. അവിടെ 10-15 കമ്പിളി പുതപ്പിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ പുതച്ച് വേണം കിടക്കാൻ, അത്രയും തണുപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാൻ പറഞ്ഞു. 2 ദിവസം ഇവർ ആ യോഗിയുടെ കൂടെ താമസിച്ചു. അപ്പോൾ ഒരു നേരം ഇവർ ആ യോഗിയോട് ചോദിച്ചു, നിങ്ങളുടെ സാധന എന്താണ്, സാധനാ മാർഗം എന്താണ്? ഈ സന്യാസിമാരെ കാണുമ്പോൾ അവസാനം ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ഏത് മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത്? ഇപ്പം ജ്ഞാനമാർഗം, വാഡ യോഗ എന്നൊക്കെ അവർ പറയും. പക്ഷേ ഈ സന്യാസി പറഞ്ഞത് ഇതുവരെ കേൾക്കാത്ത ഒരു യോഗയെക്കുറിച്ചാണ്, സാധനയെക്കുറിച്ചാണ്, മര്യാദ. ഷൗക്കത്ത് പറയുന്നത്, അതിന് ശേഷം എൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് ഞാൻ ചോദിക്കാറില്ല, ഭക്ഷണം കൊടുക്കും. നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കില്ല, അവർ മുറി കാണിച്ചു കൊടുക്കും. മര്യാദയാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ച പാഠം. ഇന്നത്തെ ഗോസ്പൽ അങ്ങനെ ഒരു പാഠം നൽകുന്നുണ്ട്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, അവരുടെ കൂടെ ഒരു സ്ട്രേഞ്ചർ കൂടുകയാണ്. അവർ വഴി നീളെ വർത്തമാനം പറഞ്ഞു പോവാണ്. രാത്രി ആയപ്പോഴേക്കും റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ ഈ സ്ട്രേഞ്ചറിനെ നിർബന്ധിക്കുകയാണ്, ഞങ്ങളോട് താമസിക്കുന്നവർ നിർബന്ധിക്കുകയാണ്. ഇതാണ് മര്യാദ. നമ്മുടെ യാത്രയിൽ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമല്ലേ മര്യാദ.